ഹായ്, ഇന്ത്യൻ പൊളിറ്റി ബൈ ലക്ഷ്മികാന്ത്. ഇതിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു 1919 മോണ്ടേഗ് ചെംസോ റിഫോം വന്നു. അതുവരെ INC ചോദിച്ചിരുന്നത് പ്രൊവിൻഷ്യൽ ഓട്ടോണമിയാണ്. 1919 മോണ്ടേഗ് ചെംസോ റിഫോംസിൽ ഒരു ഫോൾസ് പ്രൊവിൻഷ്യൽ ഓട്ടോണമിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ് നടന്നു. അക്കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. അപ്പോൾ മോണ്ടേഗ് ചെംസോ റിഫോംസിലെ ഏറ്റവും അവസാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 വർഷത്തിന് ശേഷം ഈ റിഫോംസിന് വീണ്ടും റിവൈസ് ചെയ്യുമെന്ന്. അങ്ങനെ 10 വർഷം കഴിയുമ്പോൾ, അതായത് 1929 അടുത്ത റിഫോംസ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അതിന് 2 വർഷം മുന്നേ തന്നെ 1927 തന്നെ പുതിയ റിഫോം കമ്മീഷൻ, സൈമൺ കമ്മീഷൻ എന്നാണ് ഇതിന് പറഞ്ഞത്. സൈമൺ കമ്മീഷൻ 1927 തന്നെ ഇന്ത്യയിലെത്തി. അപ്പോൾ സൈമൺ കമ്മീഷന്റെ ഉദ്ദേശം എന്തായിരുന്നു? ടു റിഫോം ദ ഓൾറെഡി എക്സിസ്റ്റിംഗ് മോണ്ടേഗ് ചെംസോ ലോസ്. പക്ഷേ ഈ ബ്രിട്ടീഷുകാരും ഭയങ്കര തമാശക്കാരാണല്ലോ. ഇന്ത്യക്ക് വേണ്ടിയിട്ട് നിയമം നിർമ്മിക്കാൻ വന്ന ഈ സൈമൺ കമ്മീഷനിൽ ഒരൊറ്റ ഇന്ത്യക്കാർ പോലും ഇല്ലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇതിന് ഭയങ്കര ശക്തമായിട്ട് എതിർത്തു. സൈമൺ കമ്മീഷനെ അഗെയിൻസ്റ്റ് ആയിട്ട് സൈമൺ ഗോ ബാക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യം വളരെ വെരി ഫേമസ് ആയിട്ടുള്ളൊരു മുദ്രാവാക്യമാണ്. അങ്ങനെ ഭയങ്കര പ്രക്ഷോഭങ്ങൾ ഇന്ത്യയിൽ ഉടനീളം നടന്നു. അതിനോട് അനുബന്ധിച്ചുണ്ടായ ഒരു ലാത്തി ചാർജിലാണ് ലാലാ ലജ്പത് റായ് മരിച്ചത്. ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം. 1930 ആയപ്പോൾ സൈമൺ കമ്മീഷൻ അവിടെ റിപ്പോർട്ട് ടേബിൾ ചെയ്തു. ഓക്കെ, അവർ സബ്മിറ്റ് ചെയ്തു അവരുടെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന്റെ ബേസിലാണ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ലണ്ടനിൽ നടന്നത്. 3 റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടന്നിട്ടുണ്ടായിരുന്നു. ഇത് 3ഉം നടന്നത് ഈ റിഫോംസിന്റെ ഈ സൈമൺ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ ബേസിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് 1935 സൈമൺ കമ്മീഷനെ ബേസ് ചെയ്ത് ഒരു വൈറ്റ് പേപ്പർ, ഒരു ധവളപത്രം ബ്രിട്ടീഷുകാർ പുറപ്പെടുവിച്ചു. അതിനെയാണ് നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇന്ത്യയുടെ ഇപ്പോഴത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏകദേശം 50% ആർ ബേസ്ഡ് ഓൺ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. നമ്മുടെ ഇപ്പോഴത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏകദേശം 50% എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935ന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയെന്നാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചറിൽ ഒന്നെന്ന് പറയുന്നത്, അവർ പറഞ്ഞു വി വിൽ മേക്ക് എ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഒരു ഫെഡറേഷൻ ഉണ്ടാക്കുക. അതായത് ഇന്ത്യയുടെ പ്രിൻസി സ്റ്റേറ്റ്സും ബ്രിട്ടീഷ് ഇന്ത്യയും എല്ലാവരും കൂടി ചേർന്ന് ഒരു വലിയ മഹാരാജ്യം ഉണ്ടാക്കാം, ഫെഡറേഷൻ ഉണ്ടാക്കാം. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എല്ലാം കമ്പൈൻഡ് ആയിട്ട് വന്ന ഒരു ഫെഡറേഷൻ ഉണ്ടാക്കാം. ആദ്യമായിട്ട് അങ്ങനെ ഒരു പ്രപ്പോസൽ വന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ സെക്കൻഡ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, ഫോർ ദ ഫസ്റ്റ് ടൈം ദേ ഗേവ് us the true division of power. യെസ്, ദേ പ്രൊവൈഡ് us the federalist, provincialist and the concurrent list. നേരത്തെ ഡയാർക്കി അപ്ലൈ ചെയ്തിരുന്ന ആ ലിസ്റ്റുകൾ എന്താക്കി? ഇപ്പോൾ നമുക്ക് ശരിക്കും ട്രൂ ഡിവിഷൻ ഓഫ് പവർ തന്നേക്കുവാണ്. അവർ നമുക്ക് 3 ലിസ്റ്റ് തന്നു. ഏതൊക്കെ? ഫെഡറൽ ലിസ്റ്റ്, provincial list and the concurrent list. For the first time they gave us the true division of power. Okay, so the diarchy is over. Diarchy ഇവിടെ വെച്ച് തീരുവാണ്. സോ ഡയാർക്കി ഓവർ ആയി എന്ന് വെച്ചാൽ, ഡയാർക്കി തീരുന്നതെന്ന് വെച്ചാൽ വി ഗോട്ട് അവർ ഡീസെൻട്രലൈസേഷൻ എപ്പോൾ ഓക്കെ ആയി? 1935 ഓക്കെ ആയത്. ചില ടെക്സ്റ്റ് ബുക്കിൽ അത് 1937 എന്ന് കൊടുത്തിട്ടുണ്ട്. എനിവേ വി ഗോട്ട് അവർ ഡീസെൻട്രലൈസേഷൻ. നമ്മൾ എവിടെ നിന്ന് തുടങ്ങി? 1773 സെൻട്രലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു. 1833 സെൻട്രലൈസേഷൻ കംപ്ലീറ്റ് ആയി, അതായത് കംപ്ലീറ്റും ഗവർണർ ജനറലിന്റെ കീഴിലായി. ദെൻ 1861 ഡീസെൻട്രലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു. വൈസ്രോയി പവർ ഡിസ്പേഴ്സ് ചെയ്യാൻ തുടങ്ങി. ദെൻ 1935-37 എന്ത് പറ്റി? ഡീസെൻട്രലൈസേഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചോദിച്ചു, എന്താണ്? നമുക്ക് പ്രൊവിൻഷ്യൽ ഓട്ടോണമി വേണമെന്നാണ് ഇതുവരെ ഡിമാൻഡ് ചെയ്തത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വന്നപ്പോൾ ബ്രിട്ടീഷുകാർ നമുക്ക് പ്രൊവിൻഷ്യൽ ഓട്ടോണമി തന്നു. ഓക്കെ, സോ ഇന്ത്യൻസ്, അജിറ്റേറ്റേഴ്സ്, സമരക്കാരെ, നിങ്ങൾക്ക് ഞങ്ങളുടെ ആ പ്രൊവിൻഷ്യൽ ഓട്ടോണമി തന്നു. അപ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരുണ്ടായോ? അപ്പോൾ ഇന്ത്യ എന്ന മഹാരാജ്യം ഉണ്ടാകണ്ടായോ? പക്ഷേ 1935 അത് ഉണ്ടായില്ലല്ലോ. എന്തുകൊണ്ട്? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നമുക്ക് പ്രൊവിൻഷ്യൽ ഓട്ടോണമി കിട്ടിയിട്ടും ഒരു ഫെഡറേഷൻ ഓഫ് ഇന്ത്യ രാജ്യം ഉണ്ടായില്ല? എന്തുകൊണ്ട്? ബിക്കോസ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് സെഡ് നോ, ദേ ആർ നോട്ട് റെഡി ടു ഫോം ദ ഫെഡറേഷൻ. പ്രിൻസ്ലി സ്റ്റേറ്റുകൾ ഫെഡറേഷൻ ഉണ്ടാക്കാൻ തയ്യാറായില്ല. ദേ സെഡ് നോ, ദേ വർ നോട്ട് റെഡി ടു ഫോം ദ ഫെഡറേഷൻ.
That's why Government of India Act 1935 were not able to form a Federation of India. സോ ഒന്ന് ആലോചിച്ച് നോക്കി, ബ്രിട്ടീഷുകാരെടുത്ത് ചോദിച്ച കാര്യം ബ്രിട്ടീഷുകാർ തന്നു, പക്ഷേ വി വെയർ നോട്ട് ഏബിൾ ടു, നമുക്ക് ഒരു ഫെഡറേഷൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ തന്നെയല്ലേ ഈ പ്രിൻസി സ്റ്റേറ്റ് എന്ന് വെച്ചാൽ അവർ ഇന്ത്യക്കാർ തന്നെയല്ലേ, അവർ ഹിന്ദുസ്ഥാനികൾ തന്നെയല്ലേ. അവർ പറയുന്നു അവർക്ക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഉണ്ടാക്കാൻ താല്പര്യമില്ല. സോ നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇതുവരെ ആവശ്യപ്പെട്ട കാര്യം ബ്രിട്ടീഷുകാർ തന്നു കഴിഞ്ഞു. നമുക്കിനി ഒന്നും ബ്രിട്ടീഷുകാരുടെ അടുത്ത് ഇല്ലാത്ത സാധനം നമുക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റും? ബ്രിട്ടീഷുകാരുടെ കയ്യിലല്ല പ്രിൻസിലി സ്റ്റേറ്റ്സ് ഇരിക്കുന്നത് ഇന്ത്യക്കാരായ രാജാക്കന്മാരുടെ കയ്യിലാണ്. അവർ റെഡിയല്ല, അവരൊരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യം ഉണ്ടാക്കാൻ അവർ തയ്യാറല്ല. പിന്നെ ഇനി എന്ത് ചെയ്യാൻ പറ്റും? സോ ആക്ച്വലി നമ്മുടെ സമരത്തിന് അപ്പോഴേക്കും ഒരു ഡയറക്ഷൻ ഇല്ലാത്ത അവസ്ഥയായി. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ബാക്കി ഫീച്ചേഴ്സും കൂടി നമുക്ക് നോക്കാം. ഡയാർക്കി അബോളിഷ് ചെയ്തു, ഡയാർക്കി ഈസ് ഓവർ. ഡയാർക്കി ശരിക്കും സെൻട്രലിൽ ഡയാർക്കി കൊണ്ടുവരാൻ ശ്രമിച്ചു, ബട്ട് അത് നടന്നില്ല. ചില സ്റ്റേറ്റുകൾക്ക് ബൈക്യാമറലിസം കൊടുത്തു. നേരത്തെ ഒരു കൗൺസിൽ ഓഫ് ഇന്ത്യ ഉണ്ടായിരുന്നല്ലോ, ആ കൗൺസിൽ ഓഫ് ഇന്ത്യനെ ഫുള്ളായിട്ട് അബോളിഷ് ചെയ്തു. എഗെയിൻ ലിമിറ്റഡ് ഫ്രാഞ്ചൈസിയാണ്, വോട്ടവകാശം എല്ലാവർക്കും കൊടുത്തില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാവർക്കും വോട്ടവകാശം വന്നത് നമുക്ക് ഇൻഡിപെൻഡൻസ് ആയതിനു ശേഷം മാത്രമാണ്. വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് വെച്ചാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തു 1935. പിന്നെ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ 1935 നിൽക്കുകയാണ്. ബ്രിട്ടീഷുകാരോട് നമ്മൾ ചോദിച്ചു പ്രൊവിൻഷ്യൽ ഓട്ടോണമി, അവർ നമുക്ക് പ്രൊവിൻഷ്യൽ ഓട്ടോണമി തന്നു. ബട്ട് വി ആർ നോട്ട് ഏബിൾ ടു ഫോം ദ ഇന്ത്യൻ ഫെഡറേഷൻ ബിക്കോസ് പ്രിൻസിലി സ്റ്റേറ്റ്സ് സെഡ് നോ. പ്രിൻസിലി സ്റ്റേറ്റ്സ് അംഗീകരിക്കുന്നില്ല, അവർക്ക് ഫെഡറേഷൻ വേണ്ടി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അവർ റെഡിയല്ല എന്ന് പറയുവാണ്. ഇതുപോലെ നമ്മൾ ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ട വേറൊരു കാര്യമായിരുന്നു സ്വന്തമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യണം, അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി വേണം എന്ന് കുറേ കാലമായിട്ടുള്ള നമ്മുടെ ആവശ്യമായിരുന്നു. ബ്രിട്ടീഷുകാർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻസ് ആർ നോട്ട് മെച്യൂർ ഇനഫ് ടു ഫോം ദെയർ ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻസ് സ്വന്തമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനുള്ള മെച്യൂരിറ്റി ഒന്നും ഇന്ത്യക്കാർക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ തന്നെ അതിൻ്റെ ബർഡൻ ഏറ്റെടുക്കുകയാണ്, ഞങ്ങൾ ബ്രിട്ടീഷുകാർ തന്നെ അതിൻ്റെ ബർഡൻ ഏറ്റെടുക്കുകയാണ്, ഞങ്ങൾ സ്വന്തമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി ഇന്ത്യക്ക് കൊടുത്തോളാം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിവേ ദേ വർ നോട്ട് റെഡി ടു ഗിവ് us the opportunity to form the constitution. അവർ നമുക്ക് ഒരിക്കലും ഒരു സ്വന്തമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനുള്ള ഒരു അവസരമൊന്നും തന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം കൂടി നമുക്ക് സ്വന്തമായിട്ട് ഇന്ത്യക്കാർക്ക് സ്വന്തമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്നൊരു ആവശ്യവും കൂടി നമ്മൾ കുറേ കാലമായിട്ട് മുന്നോട്ട് വെച്ചതായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ അത് അംഗീകരിക്കുന്നതിന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ സമരം ഇങ്ങനെ ഡയറക്ഷൻ ലെസ്സായിട്ട് ഇങ്ങനെ ഒരു ലക്ഷ്യമൊന്നും ഇല്ലാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ശരിക്കും ഇന്ത്യക്കാർക്കൊരു ഭാഗ്യമുണ്ടായി. അങ്ങനെ ഇരിക്കെ ലക്ക് ഫോർവേഡ് us. യൂറോപ്പിലൊരു മനുഷ്യനുണ്ടായിരുന്നു, ഹിറ്റ്ലർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. വെരി ബ്യൂട്ടിഫുൾ ഗൈ. ഹി അറ്റാക്ട് ബ്രിട്ടൻ. അദ്ദേഹം ബ്രിട്ടനെ ആക്രമിച്ചു. ഹി അറ്റാക്ട് ബ്രിട്ടൻ ഇൻ 1940. ഹിറ്റ്ലർ അയാളുടെ എയർഫോഴ്സിനടുത്ത് പറഞ്ഞു ബ്രിട്ടനെ ഫിനിഷ് ചെയ്തേക്കാൻ പറഞ്ഞു. ഓക്കെ, കഥം കറുത്തു, ഫിനിഷ് ചെയ്യാൻ പറഞ്ഞു. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം ശരിക്കും പേടിച്ചു. അതേസമയം ജർമ്മനിയുടെ സഖ്യകക്ഷിയായ ജപ്പാൻ ഏഷ്യ ആക്രമിക്കാനും തുടങ്ങി. അപ്പോൾ ഈ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു സർ ലിലിത്ഗോ. അദ്ദേഹം ജർമ്മനിയോട് യുദ്ധം പ്രഖ്യാപിച്ചു. ഇങ്ങനെ പറഞ്ഞത് ഇന്ത്യ ഈസ് ഓൺ വാർ വിത്ത് ജർമ്മനി. ഇന്ത്യ ജർമ്മനിയോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. സോ നമുക്കറിയാം ഇന്ത്യക്കാർക്ക് ജർമ്മനിയോട് പ്രത്യേക വൈരാഗ്യമൊന്നുമില്ല. ഇന്ത്യ ഗവൺമെൻറ്റിനോട് ചോദിക്കാതെ വൈസ്രോയി അങ്ങ് തീരുമാനിച്ചു. സ്വാഭാവികമായിട്ടും ഇന്ത്യ ഗവൺമെൻറ് ഇതിനെയൊക്കെ ഒപ്പോസ് ചെയ്തു. ഇന്ത്യക്ക് ജർമ്മനിയോട് യാതൊരു പ്രോബ്ലവും ഇല്ല. സോ വി ആർ നോട്ട് ഇൻ വോർ വിത്ത് ജർമ്മനി. അപ്പോൾ ഗവൺമെൻറ് വൈസ്രോയും തമ്മിലൊരു ക്ലാഷ് ഉണ്ടാകുമല്ലോ. പക്ഷെ നമുക്ക് നേരിട്ട് അല്ലെങ്കിൽ വലിയൊരു അജിറ്റേഷൻ ഇവിടെ സംഭവിക്കുകയല്ലായിരുന്നു. കാരണം വൈസ്രോയ്ക്ക് എക്സ്ട്രാ പവർ ഉണ്ട്. അപ്പോൾ വൈസ്രോയ്ക്ക് വേണമെങ്കിൽ എല്ലാ നേതാക്കളെയും പിടിച്ച് ജയിലിടാം, അതിനുള്ള പവർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ എന്താ കോൺഗ്രസ് ചെയ്തതെന്ന് വെച്ചാൽ കുറേ സത്യാഗ്രഹങ്ങളും ചെറിയ ചെറിയ സമര പരിപാടികളുമായിട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ഈ ബ്രിട്ടൻ്റെ നയത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു. ഓക്കെ, ആക്ച്വലി ഇന്ത്യ വാസ് നോട്ട് റെഡി ടു സപ്പോർട്ട് ബ്രിട്ടൻ ഇൻ ദെയർ സെക്കൻഡ് വേൾഡ് വാർ. ഇന്ത്യ സെക്കൻഡ് വേൾഡ് വാറിൽ ബ്രിട്ടനെ സഹായിക്കാനേ തയ്യാറല്ലായിരുന്നു. കോൺഗ്രസിൽ രണ്ട് പക്ഷം ഉണ്ടായിരുന്നു. ഗാന്ധിജി പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ബ്രിട്ടനെ ഹെൽപ്പ് ചെയ്യാം, ജസ്റ്റ് ലൈക്ക് ഇൻ ദിസ് ഫസ്റ്റ് വേൾഡ് വാർ. നമ്മളിപ്പോൾ അവരെ ത്രട്ടൺ ചെയ്തത് ശരിയല്ല. ബട്ട് നെഹ്റു വാസ് ലൈക്ക് വേണ്ട, അത് പറ്റത്തില്ല, നമ്മൾ ഇത്തവണ ബ്രിട്ടനെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല എന്നായിരുന്നു. നോട്ട് ഓൺലി ദാറ്റ് സർദാർ പട്ടേലും രാജേന്ദ്ര പ്രസാദ് രണ്ടുപേരും ഗാന്ധിജിയുടെ അടുത്ത ആൾക്കാരായിരുന്നു. അവർ രണ്ടുപേരും ഗാന്ധിജിയുടെ അഭിപ്രായത്തിനെതിരായിരുന്നു. സോ ഗാന്ധിജി വെർ ഫോഴ്സ്ഡ് ടു എഗ്രി വിത്ത് നെഹ്റു. ഗാന്ധി എന്ത് ചെയ്തു? നെഹ്റുവിൻ്റെ അഭിപ്രായത്തോട് യോജിക്കേണ്ടി വന്നു. അങ്ങനെ കോൺഗ്രസ് എന്ത് ചെയ്തു? ഒരു ന്യൂട്രൽ സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. അവർ ശരിക്കും ജർമ്മനിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ബട്ട് ദേ ആർ നോട്ട് സപ്പോർട്ടിങ് ബ്രിട്ടൻ ചെയ്തു. ബട്ട് ബ്രിട്ടന് ഇന്ത്യയുടെ സപ്പോർട്ട് കൂടിയേ തീരുള്ളായിരുന്നു. അപ്പോൾ ലിലിത്ഗോ പറഞ്ഞു പ്ലീസ് സപ്പോർട്ട് us. ഈ വോർ കഴിഞ്ഞ ഉടനെ, സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉറപ്പായിട്ട് തരും.
നമുക്ക് ഡൊമിനിയൻ സ്റ്റേറ്റസിലോട്ട് പോകാം. അതായത് നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം നിങ്ങൾ ഉണ്ടായിക്കോളൂ. ഏറ്റവും പാരമൗണ്ട് ഹെഡ് മാത്രം ബ്രിട്ടൻ ഉണ്ടാകത്തുള്ളൂ. അവിടുത്തെ കിങ്ങും ക്യൂനും മാത്രം ഉണ്ടാകത്തുള്ളൂ. സോ യു ഡോണ്ട് വറി, ആഫ്റ്റർ ദ വാർ യു വിൽ ഗെറ്റ് ദ ഡൊമിനിയൻ സ്റ്റേറ്റസ്. നോട്ട് ഓൺലി ദാറ്റ്, അത് മാത്രമല്ല, നിങ്ങൾക്ക് ഡൊമിനിയൻ സ്റ്റേറ്റസ് മാത്രമല്ല നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി കൂടി ഫോം ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഫസ്റ്റ് ടൈം ബ്രിട്ടീഷുകാർ നമുക്ക് ഫസ്റ്റ് ടൈം ഓഫർ ചെയ്യുവാണ്. ഇതുവരെ അവരങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഫോം ചെയ്തോളാം എന്ന് നമ്മളോട് പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങൾ, ഇതിനെയാണ് നമ്മൾ ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. സർ ലിലിത്ഗോവിന്റെ ഓഗസ്റ്റ് ഓഫർ. ഇത് ഓഗസ്റ്റ് 8, 1940 1940 ഓഗസ്റ്റ് 8 ആയിരുന്നു ലിലിത്ഗോ പറഞ്ഞത്. അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യക്ക് ആഫ്റ്റർ ദ സെക്കൻഡ് വാർ, ആസ് ദ വാർ ഈസ് ഓവർ, യുദ്ധം കഴിയുമ്പോഴേക്കും ഇന്ത്യക്ക് എന്ത് ചെയ്യും? ഡൊമിനിയൻ സ്റ്റേറ്റസ് കിട്ടും. നിങ്ങളുടെ സ്വന്തമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഫോം ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. ഇതിനെയാണ് നമ്മൾ ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. ഇതൊരു പ്രഖ്യാപനം മാത്രമായിരുന്നു, ഇത് ഓഫർ മാത്രമായിരുന്നു. ഇതിനെ ലീഗലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിപ്സ് മിഷൻ വന്നു. ക്രിപ്സ് മിഷൻ ഒരു ക്യാബിനറ്റ് മിഷൻ ആയിരുന്നു. അതിനെ അയച്ചത് വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു. ബ്രിട്ടൻ്റെ പുതിയ പ്രൈം മിനിസ്റ്റർ വിൻസ്റ്റൺ ചർച്ചിൽ, നിങ്ങൾക്കറിയാം നോബൽ പ്രൈസ് കിട്ടിയ വിൻസ്റ്റൺ ചർച്ചിൽ, അദ്ദേഹമാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. ക്രിപ്സ് മിഷൻ എന്തിനാണ് വേണ്ടിയിട്ട് വന്നത്? ലിലിത്ഗോവിന്റെ ഈ ഓഫർ, ഓഗസ്റ്റ് ഓഫറിനെ ലീഗലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രിപ്സ് മിഷൻ വന്നത്. ക്രിപ്സ് മിഷനിൽ 3 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. സർ സ്റ്റാറ്റ്ഫോർഡ് ക്രിപ്സ്, പെത്തിക് ലോറൻസ്, A.V. അലക്സാണ്ടർ. ഇവർ 3 പേരുമാണ് ക്രിപ്സ് മിഷനായിട്ട് ഇന്ത്യയിൽ വന്നത്. അവർ എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? ടു ലീഗലൈസ് ദ ഓഗസ്റ്റ് ഓഫർ. അപ്പോൾ ഇത് ഫോർമുലൈസ് ചെയ്യുന്ന സമയത്ത് ക്രിപ്സ് മിഷൻ ഒരു കാര്യം കൂടി പറഞ്ഞു. നിങ്ങൾക്ക് ഡൊമിനിയൻ സ്റ്റേറ്റസ് തരാം, നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടാക്കാം, ഓക്കെ ഫൈൻ. പക്ഷേ ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും സമ്മതിക്കണം. മൈനോറിറ്റീസും കൂടി സമ്മതിക്കാതെ ഇത് നടക്കില്ല. ജിന്ന സാബ് പറഞ്ഞു നോ, വി വോണ്ട് അവർ പാകിസ്ഥാൻ, വി വോണ്ട് അവർ ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി. പാകിസ്ഥാൻ സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി വേണമെന്ന് ജിന്ന സാർ പറഞ്ഞു. മഹാത്മാഗാന്ധിയെ നെഹ്റു പറഞ്ഞു നോ, നത്തിങ് ഡൂയിങ് മൈ ഫ്രണ്ട്, വി നീഡ് അൺഡിവൈഡഡ് ഇന്ത്യ. ഇന്ത്യ ഭാഗിക്കാൻ സമ്മതിക്കില്ല. ജിന്ന പറഞ്ഞു നോ, വി നീഡ് പാകിസ്ഥാൻ. സോ ഒബ്വിയസ്ലി ക്രിപ്സ് മിഷൻ ഫെയിലായി. ഗാന്ധിക്ക് ദേഷ്യം വന്നു. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഇന്റേണൽ മാറ്റേഴ്സ് ആണ്, അതിൽ ബ്രിട്ടൻ്റെ കൈയെടുത്തേണ്ട ആവശ്യമില്ല എന്ന ഒപ്പീനിയനാണ് ഗാന്ധിക്കുള്ളത്. അദ്ദേഹം ക്രിപ്സ് മിഷൻ ഫെയിലായ ഉടനെ in 1942 they launched ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ ഗാന്ധി പറഞ്ഞു ഡു ഓർ ഡൈ, ഇത് നമുക്ക് ലാസ്റ്റ് ചാൻസ് ആണ്, നമുക്ക് ഇവിടെ നേടിയേ പറ്റത്തുള്ളൂ, മരണം വരെ നമ്മൾ ഇതിന് സമരം ചെയ്യും. ആ ഒരു രീതിയിലാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വാസ് വെരി വെരി സക്സസ്ഫുൾ. എക്കണോമിക്കലി ബ്രിട്ടന് ഒത്തിരി നഷ്ടങ്ങളുണ്ടായ ഒരു മൂവ്മെന്റ് ആയിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. 1945 സെക്കൻഡ് വേൾഡ് വാർ, 2ാം ലോക മഹായുദ്ധം അവസാനിക്കുന്നു. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ്റെ സാമ്പത്തിക നില വളരെ മോശമാവുകയാണ്. ബ്രിട്ടൻ വളരെ വീക്കായിട്ടുള്ള ഒരു സ്റ്റേറ്റായി മാറി. 1946 സെക്കൻഡ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വരുന്നു. അപ്പോൾ സെക്കൻഡ് ക്യാബിനറ്റ് മിഷന്റെ പേർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡൊമിനിയൻ സ്റ്റേറ്റസ് തരിക, ദെൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടാക്കുക, ദെൻ ഡൊമിനിയൻ സ്റ്റേറ്റസ് തരിക. ഇതായിരുന്നു സെക്കൻഡ് ക്യാബിനറ്റ് മിഷന്റെ ഉദ്ദേശം 1946. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത് എഗ്രി ചെയ്തു. ബട്ട് മുസ്ലിം ലീഗ് ജിന്ന സാർ പറഞ്ഞു നോ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ എന്ന് പറഞ്ഞു. വി നീഡ് അവർ പാകിസ്ഥാൻ. ജിന്ന സാർ വീണ്ടും പാകിസ്ഥാന് വേണ്ടിയിട്ട് വാദിച്ചുകൊണ്ടിരുന്നു. എനിവേ സെക്കൻഡ് ക്യാബിനറ്റ് മിഷൻ ഒരു കാര്യത്തിൽ സക്സസ്ഫുൾ ആയി. ഇലക്ഷനെ അഭിമുഖീകരിക്കുക, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിക്ക് വേണ്ടിയിട്ടുള്ള ഇലക്ഷനെ നേരിടാൻ മുസ്ലിം ലീഗ് തയ്യാറായി. അങ്ങനെ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ ഇലക്ഷന് തയ്യാറായി. ജൂൺ 1946 ഇലക്ഷൻ നടക്കും. ഇതൊരു ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആയിരുന്നു, പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷനിലുള്ള ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആയിരുന്നു. സോ ടോട്ടൽ സീറ്റ് എന്ന് പറയുന്നത് 389 ആയിരുന്നു. 296 സീറ്റ് ഇലക്ഷനിലൂടെയും 93 സീറ്റ് നോമിനേഷനിലൂടെയായിരുന്നു. അതായത് 93 സീറ്റിൽ പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സ് നോമിനേറ്റ് ചെയ്യും. ഇലക്ഷൻ നടന്നു, ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ 208 സീറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേടി, 73 സീറ്റ് മുസ്ലിം ലീഗ് നേടി, അതേഴ്സ് ഗോട്ട് 15 സീറ്റ്. സോ ജിന്ന സാർ, അദ്ദേഹത്തിന് 73 സീറ്റ് നേടാനേ പറ്റുള്ളൂ. ജിന്ന സാർ ഗോട്ട് വെരി ഡിസപ്പോയിൻറ്റഡ്. അപ്പോൾ ജിന്ന സാറിന് മനസ്സിലായി ഞങ്ങൾക്ക് ഒരിക്കലും ഇനി പാകിസ്ഥാൻ കിട്ടാൻ പോകുന്നില്ല. ഹി ഗോട്ട് വെരി ഡിസപ്പോയിൻറ്റഡ് ആൻഡ് ഹി ബോയ്കോട്ടഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി. അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ നിന്ന് പുറത്തുപോയി. അദ്ദേഹം ഇതിനോട് ജോയിൻ ചെയ്യാൻ തയ്യാറായില്ല. സോ അദ്ദേഹത്തിന്റെ മെമ്പേഴ്സ് എല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ നിന്ന് പോയി. 9th December 1946 അന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ ഫസ്റ്റ് സെഷൻ കൂടി. അതിലുണ്ടായിരുന്ന ടോട്ടൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് 211 പേരായിരുന്നു.
അതിന് പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ടെമ്പററി പ്രസിഡന്റ് സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു. ഈ ടെമ്പററി പ്രസിഡന്റ് എന്ന് പറയുന്ന പ്രൊവിഷൻ ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലുള്ളതാണ്. HC മുഖർജിയും VT കൃഷ്ണമാചാരിയും ആയിരുന്നു വൈസ് പ്രസിഡന്റുമാർ. സർ BN റാവു ലീഗൽ അഡ്വൈസർ ആയിരുന്നു. ഡോക്ടർ BN അംബേദ്കർ ആയിരുന്നു ചെയർമാൻ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 29 ഓഗസ്റ്റ് 1947. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ 395 ആർട്ടിക്കിൾസും 8 ഷെഡ്യൂളാണ് ഉണ്ടായിരുന്നത്. ഡിസംബർ 13, 1946 എയിം ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നെഹ്റു പ്രസന്റ് ചെയ്യുന്നത്. വളരെ നാളുകൾക്ക് ശേഷം ഈ എയിം ആൻഡ് ഒബ്ജക്റ്റീവ് ആണ് നമ്മുടെ പ്രിയാമ്പിളായിട്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളായിട്ട് മാറിയത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ ആദ്യത്തെ സെഷൻ്റെ ദിവസം അവരൊക്കെ ഭയങ്കര ലാർജ് ഹാർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ജിന സാറിനെ വിളിച്ചു. ജിന സാർ വന്നാൽ നിങ്ങൾ ഞങ്ങളുടെ ബ്രദേഴ്സാണ്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം, വരാൻ പറഞ്ഞു. ജിന സാർ വരാമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ ഹി നെവർ കെയിം ബാക്ക്. ജിന സാർ വന്നില്ല. ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ എയിം ആൻഡ് ഒബ്ജക്റ്റീവ് അവർ പാസ് ചെയ്തു. ജനുവരി 22, 1947 വി അഡോപ്റ്റഡ് ദ എയിം ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മളത് പാസ് ചെയ്തു. എയിം ആൻഡ് ഒബ്ജക്റ്റീവ്, നെഹ്റു പ്രസന്റ് ചെയ്ത എയിം ആൻഡ് ഒബ്ജക്റ്റീവ് നമ്മളത് പാസ്സാക്കി. ഫെബ്രുവരി 20, 1947 ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ക്ലെമന്റ് അറ്റ്ലി, അദ്ദേഹം പെട്ടെന്ന് അവിടെ നിന്നൊരു പത്രസമ്മേളനം നടത്തുന്നു. ജൂൺ ആകുമ്പോഴേക്കും ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ പൂർണ്ണമായും പിൻവാങ്ങും എന്ന് പറഞ്ഞു. ഇത് കേട്ടതും നമ്മൾ പാനിക്കായി. എന്തിനാണ് നമ്മൾ പാനിക്കാവുന്നത്? ഇതുവരെ നമ്മൾ ബ്രിട്ടീഷുകാർ പോകണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ അവർ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്തിനാ പാനിക്കായി? ബിക്കോസ് വി ആർ നോട്ട് റെഡി. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടില്ല, നമ്മൾ ഒന്നിനും റെഡി ആയിട്ടില്ല, നമുക്ക് ഗവൺമെൻറ് ഉണ്ടായിട്ടില്ല. ഇന്ത്യയിലാണെങ്കിൽ ഒരു സിവിൽ വാറിന് സമാനമായ പ്രശ്നം നടക്കുകയാണ്. ഹിന്ദു മുസ്ലിം റയോട്ട്സിൻ്റെ സമാനമായ പ്രോബ്ലംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിൽ നിന്ന് നമ്മൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ക്ലെമന്റ് അറ്റ്ലി അദ്ദേഹം മൗണ്ട് ബാറ്റനെ ഇന്ത്യയിലേക്ക് അയച്ചു. മൗണ്ട് ബാറ്റൻ വന്നു. അദ്ദേഹം ജൂൺ 3, 1947 നമുക്കൊരു പ്ലാൻ തന്നു. അത് മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ജിന്ന സാറിനെ നെഹ്റുവിനെ വിളിച്ചു. നെഹ്റുജി, ജിന്ന സാർ ഇരിക്കെ നമുക്ക് എന്താ നിങ്ങളുടെ ആവശ്യം ചോദിച്ചു. ജിന്ന സാർ പറഞ്ഞു, വി നീഡ് അവർ പാകിസ്ഥാൻ. സോ മൗണ്ട് ബാറ്റൻ agreed for the Pakistan. മൗണ്ട് ബാറ്റൻ agreed for the division. സോ മുസ്ലിം മെജോറിറ്റി പാകിസ്ഥാൻ ജിന്ന സാറിന് കൊടുത്തു, ബാക്കി നെഹ്റുവിനും കൊടുത്തു. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം എവർ ബ്രിട്ടീഷ് ഈസ് അഗ്രീയിങ് ഫോർ ദ പാകിസ്ഥാൻ. ഇതിനു മുന്നേ ബ്രിട്ടീഷുകാർ ഇതുവരെയും പാകിസ്ഥാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇത്തവണ പാകിസ്ഥാന് വേണ്ടിയിട്ട് സമ്മതിച്ചു. പാകിസ്ഥാൻ ചോദിച്ചപ്പോൾ ഫസ്റ്റ് ടൈം അവർ അപ്പോഴാണ് സമ്മതിക്കുന്നത്. മൗണ്ട് ബാറ്റൻ ആണ് സമ്മതിക്കുന്നത്. സോ നൗ വി സ്റ്റാർട്ട് റണ്ണിങ് ടുവേർഡ്സ് ഇൻഡിപെൻഡൻസ്. ജൂലൈ 18, 1947 ബ്രിട്ടീഷ് പാർലമെന്റ്, മൗണ്ട് ബാറ്റൻ വന്നത് എഗ്രി ചെയ്തതേ ഉള്ളൂ. മൗണ്ട് ബാറ്റൻ എന്നൊരു എക്സിക്യൂട്ടീവ് ആണ്. ഇത് ലീഗലൈസ് ചെയ്യണമെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി വിചാരിക്കണം. ബ്രിട്ടന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലി വിചാരിക്കണം. 1947 ജൂലൈ 18 ബ്രിട്ടീഷ് പാർലമെന്റ് ഒരു ആക്ട് കൊണ്ടുവന്നു, ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട്. ഈ ആക്ട് അനുസരിച്ച് 15 ഓഗസ്റ്റ് ആയിരിക്കും അവസാനത്തെ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയും പാകിസ്ഥാനും എന്ന 2 ഡൊമിനിയൻ സ്റ്റേറ്റ്സ് ഉണ്ടാകും. ഇനി നോ ഹെർ മജസ്റ്റീസ് ഗവൺമെൻറ്, നോ വൈസ്രോയി ഇനി ഉണ്ടാകത്തില്ല. ലോർഡ് മൗണ്ട് ബാറ്റൻ ഗവർണർ ജനറലായിട്ട് തുടരും ടിൽ ഇന്ത്യ ആൻഡ് പാക് ബിക്കം റിപ്പബ്ലിക്. ഇന്ത്യയും പാകിസ്ഥാനും റിപ്പബ്ലിക് ആകുന്നവരെ ലോർഡ് മൗണ്ട് ബാറ്റൻ ഗവർണർ ജനറലായിട്ട് തുടരും. ഈച്ച് ഡൊമിനിയൻ ക്യാൻ ഫോം ദെയർ ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓരോ ഡൊമിനിയനും, ഈ 2 ഡൊമിനിയൻ, അതായത് ഇന്ത്യക്കും പാകിസ്ഥാനും, അവർക്ക് സ്വന്തമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാം. ദിസ് ഈസ് ദ എൻഡ് ഓഫ് ഡോക്ട്രിൻ ഓഫ് പാരമൗൺസി. നേരത്തെ നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സ് ഒന്നും എഗ്രി ചെയ്യാതെ നിന്നില്ലായോ? അവരെന്തുകൊണ്ടാണ് നിന്നത്? പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സ് ഡോക്ട്രിൻ ഓഫ് പാരമൗൺസി ഒബേ ചെയ്ത് നിൽക്കുമായിരുന്നു. ഇനി അങ്ങനെയില്ല. ഓക്കെ, ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല. ബ്രിട്ടീഷുകാർ തന്നെയാണ് ഇതിൽ നിന്ന് പിൻവാങ്ങുന്നത്. ഇനി ഡോക്ട്രിൻ ഓഫ് പാരമൗൺസി ഇല്ല. പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സിന് അവരുടെ സ്റ്റാൻഡ് നിശ്ചയിക്കാം. അവർക്ക് വേണമെങ്കിൽ പാകിസ്ഥാൻ്റെ കൂടെ ചേരാം, വേണമെങ്കിൽ ഇന്ത്യയുടെ കൂടെ ചേരാം, അതല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാം. ഇനി പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നത് വരെ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരിക്കും ആക്ടിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ. നൗ ദ ക്രിറ്റിസിസം. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി വാസ് നോട്ട് സോവറിൻ. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഒരു ആക്ടിലൂടെ പാസ്സാക്കിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടായത്, അല്ലാതെ സോവറിൻ പവറൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ കോൺഗ്രസ് ഡോമിനേറ്റഡ് ആയിരുന്നു. ശരിയാണ്, ഇലക്ഷനിൽ 208 പേരും കോൺഗ്രസ്സുകാരായിരുന്നു. പിന്നെ ഡയറക്റ്റ് വോട്ടിങ്ങിലൂടെ അല്ല കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടായത്, അതും ശരിയാണ്, പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ആയിരുന്നു. പിന്നെ ഒത്തിരി സമയമെടുത്തു, ഒരുപാട് സമയമെടുത്തു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ. ഇത്രയും US കോൺസ്റ്റിറ്റ്യൂഷൻ പോലും 4-5 മാസത്തിനകം ഉണ്ടായതാണ്. പക്ഷേ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കാൻ വർഷങ്ങളെടുത്തു. അങ്ങനെയൊക്കെയാണ് ക്രിറ്റിസിസം ഉള്ളത്. ഓക്കെ, ക്രിറ്റിസിസംസ് ആർ ഓക്കെ, വി ക്യാൻ ടേക്ക് എവറി ക്രിറ്റിസിസം ഇൻ എ ഹെൽത്തി സ്പിരിറ്റ്. ബട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ ആൾക്കാർ ദേ ഹാവ് ഡൺ എ വെരി വണ്ടർഫുൾ ജോബ്. നമുക്കൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ് അവർ ഫോം ചെയ്തത്. സോ നൗ വി ഹാവ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ 1909 ശേഷം നമുക്ക് മനസ്സിലായ റോഡ് മാപ്പ് എന്തായിരുന്നു? ഞാൻ പറഞ്ഞായിരുന്നു, മഹാത്മാഗാന്ധിയെ പോലുള്ള നേതാക്കൾ നമുക്കൊരു റോഡ് മാപ്പ് തന്നു. എങ്ങനെ കൊളോണൈസേഷനിൽ നിന്ന് റിപ്പബ്ലിക് ആകാം എന്നുള്ളൊരു റോഡ് മാപ്പ് തന്നു.
ഓക്കെ, ഇതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ആ പ്രൊസീജിയേഴ്സ്? കുറേ ടെക്നിക്കൽ ഹേർഡിൽസ് ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ആ ടെക്നിക്കൽ ഹേർഡിൽസ്? ആദ്യം നമ്മൾ കോളനി ആയിരുന്നു. കോളനിയിൽ നിന്ന് നമ്മൾ പ്രൊവിൻഷ്യൽ ഓട്ടോണമി ആവശ്യപ്പെട്ടു. പ്രൊവിൻഷ്യൽ ഓട്ടോണമിക്ക് ശേഷം നമ്മൾ ഫെഡറേഷൻ ആകാൻ തീരുമാനിച്ചു. ഡോക്ട്രിൻ ഓഫ് ലാബ്സും അഗ്രിമെന്റ് ഓഫ് സൂസറൈൻഡിയും നമ്മൾ ബ്രേക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡൊമീനിയൻ സ്റ്റേറ്റ്സ് നേടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വാതന്ത്ര്യം നേടി, ഫ്രീഡം. അത് കഴിഞ്ഞിട്ട് റിപ്പബ്ലിക്കായി. ഈ ഒരു റോഡ് മാപ്പ്, ഈ ഒരു പ്രൊസീജിയർ, ഈ ടെക്നിക്കൽ ഹേർഡിൽസ് സാധാരണ ജനങ്ങൾക്ക് 6-7% മാത്രം വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരുന്ന സാധാരണ ഇന്ത്യക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി അവരെ സമരത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് മഹാത്മാഗാന്ധി, നേതാജി, സർദാർ പട്ടേൽ, അംബേദ്കർ, നെഹ്റു എന്നീ നേതാക്കളെ മഹാന്മാരാക്കുന്നത്. എപ്പോഴും ഓർക്കുക, നമ്മുടെ സമരം ഒരിക്കലും മിലിറ്ററിക്ക് അഗൈൻസ്റ്റ് അല്ലായിരുന്നു. നമ്മുടെ സമരം എപ്പോഴും ഒരു ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ ബാറ്റിലായിരുന്നു. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോട്ട് എ റെവല്യൂഷൻ, ഇറ്റ് ഈസ് എ സ്ട്രഗിൾ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. അങ്ങനെ നമുക്ക് സ്വന്തമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയി. ഇനി നമ്മൾ ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സാലന്റ് ഫീച്ചേഴ്സ് നെക്സ്റ്റ് സെഷനിൽ എടുക്കും. ഓക്കെ, താങ്ക് യു.